പ്രിയ ഭക്തരെ, നിങ്ങളെല്ലാവരും ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ മഹാദേവനിൽ പൂർണ്ണമായും വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദേവാദിദേവൻ മഹാദേവൻ നിറവേറ്റിത്തരുന്നതായിരിക്കും. എന്നാൽ അത് ഏറ്റവും ഉചിതമായ സമയത്താണ് നിറവേറ്റപ്പെടുന്നത്. അതുവരെയും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടാനായി നിങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മാനസികമായ പിരിമുറുക്കത്തിന് കാരണമാകും. അതിൽ നിന്നെല്ലാം മനസ്സിനെ അകറ്റി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക. കാരണം സന്തോഷമുള്ള മനസ്സിലേക്കാണ് വീണ്ടും സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്നെത്തുന്നത്. മഹാദേവനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. ഭക്തരെ, ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷം വരുത്തണമെന്നോ അവർ നശിച്ചു പോകണമെന്നോ പ്രാർത്ഥിക്കാതിരിക്കുക. ഈ ഭൂമിയിൽ നിങ്ങൾ ഓരോ പ്രഭാതങ്ങളിലും ഉണർന്നെഴുന്നേൽക്കുന്നത് മഹാദേവൻ നിങ്ങൾക്കായി തരുന്ന പുതിയ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കുക. മഹാദേവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു. അതിനാൽ തന്നെ പ്രകൃതിക്ക് നാശം വരുത്തുന്ന ഒന്നും തന്നെ ഭക്തർ ചെയ്യാതിരിക്കുക. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും മഹാദേവന് പ്രിയപ്പെട്ടതാണ്. നിങ്ങൾക്ക് തനിച്ചായിപ്പോയി എന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകരുത്. കാരണം മഹാദേവൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പലർക്കും ജീവിതം മടുത്തു പോകുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ലക്ഷ്യവുമില്ലാതെ പോകുമ്പോഴാണ്. അതിനാൽ ജീവിത പരാജയങ്ങളിൽ വിഷമിച്ചിരിക്കാതെ തളരാതെ ഒരു ലക്ഷ്യം കണ്ടെത്തുക. ആ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ പരിശ്രമിക്കുക. തീർച്ചയായും ആ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ അവഗണിച്ചവർക്ക് മുന്നിൽ, തരം താഴ്ത്തിയവർക്ക് മുന്നിൽ അത്രയും സ്നേഹിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും അധ്വാനവും അവർക്കായി മാറ്റിവെച്ചിട്ടും നിങ്ങളെ മനസ്സിലാകാതെ പോയവർക്ക് മുന്നിൽ നിങ്ങളുടെ ലക്ഷ്യം കൈവരിച്ച് തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. ഓം നമഃ ശിവായ. മഹാദേവനിൽ പരിപൂർണമായും വിശ്വസിക്കുക.